എന്റെ മുഖം വരാറില്ലേ പടം ഒരു രക്ഷയില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കൊറേ പറഞ്ഞു. അതായത് പ്രണയത്തിന്റെ വേറൊരു തലാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത്രയും ഭംഗിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പ്രണയം പറയാതെ പോകുന്ന കുറെ ആളുകളുണ്ട്, അത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ പേരുണ്ട്. അവർക്ക് ശരിക്കും ഇത് ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് ആണ് ആ പാട്ട്. പിന്നെ അതുപോലെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓരോ സ്ഥലത്തും അത്രയും ഭംഗിയിലാണ് ആ പാട്ടുകൾ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് ശരിക്കും സിനിമയിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് ചെയ്തതുകൊണ്ടാണ് ആ സിനിമ ഇത്രയും പ്രേക്ഷകരിൽ എത്തിയതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ കാണാൻ പറ്റി. അതായത് പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാതെ പോകുന്നവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അഭിലാഷ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും. വളരെ നല്ലൊരു സിനിമയാണ്. എംബ്രാൻ സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ ഒരു നല്ലൊരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസോ ഞാൻ പഠിക്കണോ? ഇത് വേണ്ട. എനിക്ക് സിനിമ ഭയങ്കര ഇപ്പൊ ഞാനതിന്റെ ഇമോഷനിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇത്ര ചിരിച്ച് സംസാരിക്കുന്നത്. ശരിക്കും വളരെ ഫീൽ ചെയ്ത് ശരിക്കും സെക്കൻഡ് ഹാഫ് സഹിച്ചേട്ടനൊക്കെ ഇത്രയും എന്താ പറയാന്നറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ് ആണെങ്കിലും കഥയാണെങ്കിലും ആ ഫീലിങ്സ് പണ്ടെപ്പോഴോ നമ്മളൊക്കെ കടന്നുപോയ ആ പ്രണയത്തിന്റെ നാളുകളൊക്കെ ഓർത്ത് ഒരുപാട് ഇമോഷണൽ ആക്കി. അല്ലാതെ ഏറ്റവും നല്ല സിനിമ, നല്ല വിജയം ഉണ്ടാവട്ടെ. അതെ, പറയാൻ പറ്റാതെ പോയതോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല, പറയാൻ പറ്റാത്തതും അല്ല, അല്ലാതെ അല്ലേ നമ്മളെല്ലാവരും ഒരിക്കലല്ല ഒരു പ്രണയിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കഥ, നല്ല ഇപ്പോഴും അതങ്ങനെ ആലോചിച്ചാൽ എനിക്ക് ഫീലിങ്സ് വരും. അത്ര വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എല്ലാ ആശംസകളും. നന്നായിട്ട് എല്ലാവരും ഒരു തവണ എങ്കിലും തിയേറ്ററിൽ കാണണം എന്തായാലും. പടം ഇഷ്ടപ്പെട്ടു. സൈജേട്ടന്റെ റൊമാൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. അഭിലാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. മൊത്തത്തിൽ വിഷ്വലും പെർഫോമൻസും മ്യൂസിക്കും ഒക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു ചെറിയ സിനിമയാണ്, എല്ലാരും പോയി കണ്ട് വിജയിപ്പിക്കുക. നല്ല പടമാണ്, നല്ല ഫീലുള്ള ഭയങ്കര. ഞാൻ ഈ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് സൈജു വരുമ്പോൾ എന്തായിരിക്കും ആലോചിച്ചു. പെർഫോമൻസ് ആണ്, നല്ല സിനിമ. കോണ്ടന്റ് വൈസ് ഭയങ്കര രസമുള്ള സിനിമയാണ്. നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജിയും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എനിക്കറിയാം. എനിക്കത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ആയിരിക്കും സൈജുവിന്റെ കരിയറിൽ. നല്ല പെർഫോമൻസ്, ഭയങ്കര സേർട്ടലാണ്. പക്ഷേ ഇമോഷൻസ് ഒക്കെ സൈജു ആക്ട് ചെയ്തിങ്ങനെ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ സൈജുനെ നിർത്തിക്കൊണ്ട് പറയുന്നില്ല, പക്ഷേ ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി, നല്ല ഫീൽ ഗുഡ്, സന്തോഷവും സങ്കടവും നിറഞ്ഞ കണ്ണ് നിറഞ്ഞ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവി. സൈജു ചേട്ടന്റെ എന്താ പറയാ പെർഫോമൻസ് എല്ലാവരും കാണണം. അഭിലാഷം എന്താ പറയാ, നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയും പ്രണയവും ഇഷ്ടമൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവും. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം അഭിലാഷം. അതെ, അല്ല ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര കാമായി സ്വീറ്റായി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, എന്നാൽ മനസ്സിൽ കുറച്ചൊന്ന് കണ്ണ് നിറയ്ക്കുന്ന, ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ കണ്ണ് നിറയുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഫ്രണ്ട്സാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്, ഡയറക്ടറാണെങ്കിലും ടീമാണെങ്കിലും. അതിന് സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര വർക്കായിട്ടുണ്ട്. ബാക്കി എനിക്ക് എല്ലാവരുടെയും റെസ്പോൺസ് അറിയാൻ വെയിറ്റിംഗ് ആണ്. അതെ, ഇമോഷണലായി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്സ്. എന്ത് ഭംഗിയായിട്ട് സൈജേട്ടനെ കാണാൻ ഷോർട്സ് ഒക്കെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വേറൊരു സൈജു ചേട്ടനാണ് കാണാൻ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണും. ഞാൻ റിവ്യൂ കൊടുക്കുന്ന വളരെ ഇഷ്ടമല്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ റിവ്യൂ കൊടുക്കുന്ന വളരെ ഇഷ്ടമല്ല, പിന്നെ എന്ത് ചെയ്യാം. പടം നല്ലൊരു നല്ല റൊമാൻറ്റിക് ഫിലിമാണ്. കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്,
നല്ലൊരു ഫാമിലി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഷൈൻ കുറുപ്പിന്റെ അഭിനയം നല്ലതാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കഥയാണ്. പടം എന്തായാലും മാർക്കറ്റ് ചെയ്യാം, മീഡിയ പ്രൊമോട്ട് ചെയ്യാം, പടം വലിയ ഹിറ്റായി മാറട്ടെ. ആദ്യം പണ്ട് പുലിമൂരിന് ഇറങ്ങിയപ്പോൾ കട്ടമല്ലി 2 വർഷം ഓടിയാണ്, അതേപോലെ ഇത് ഓടും. ഇത് മീഡിയ സപ്പോർട്ട് ചെയ്യാം, മീഡിയ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് ഓടും. നല്ലൊരു ഫിലിമാണ്, ഒരു 80കളുടെ ഫിലിം കാണുന്ന പോലെ ഉണ്ട്. ഷൈൻ കുറുപ്പിനെ ഞാൻ പറഞ്ഞ പോലെ പഴയ ലാലിട്ടം പോലെ മീഡിയ പ്രൊമോട്ട് ചെയ്ത ഈ ഫിലിം ഓടും. നല്ല ഫിലിമാണ്, നല്ല ഹൃദയസ്പർശിയ ഫിലിമാണ്. 80കളുടെ സിനിമകൾ പോലെ ആ ഡയറക്ടറിൽ ഒരു സത്യന്തിക്കാരനെ കാണുന്നു. എല്ലാവരും മീഡിയ പ്രൊമോട്ട് ചെയ്യും, ഇങ്ങനത്തെ നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്യും. പുലിമൂരിന് ഇറങ്ങിയപ്പോൾ കട്ടപ്പനയിലെ 2 വർഷം ഇങ്ങനെ ഓടി, അതേപോലെ ഇത് ഓടും. നല്ല അടിപൊളി പടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഇമോഷണൽ ആവേണ്ട സീനൊക്കെ ഭയങ്കര വർക്കായി, എനിക്ക് നല്ലോണം ഇഷ്ടമായി പടം. പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം തന്നെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ലവേഴ്സിന് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ആൻഡ് എല്ലാരും കാണണം. മൊത്തത്തില് അടിപൊളി പടമാണ്, എനിക്ക് നല്ല വർക്ക്. എസ്പെഷ്യലി DOP എന്റെ ഫ്രണ്ട് തന്നെയാണ്, പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷംസുഖ ഡയറക്ടർ എന്റെ ഫ്രണ്ട് തന്നെയാണ്, ഡയറക്ഷൻ അടിപൊളി തന്നെയായിരുന്നു. ആൻഡ് മൊത്തത്തില് മൂവി വാസ് വെരി നൈസ്, എല്ലാരും കാണണം എന്ന് പറയുന്നത്. ഓ അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. പുള്ളിയുടെ പെർഫോമൻസ് കമന്റബിൾ ആണ്, അടിപൊളി പെർഫോമൻസ് ആണ്. പുള്ളിയുടെ ഈ ഒരു റോളിൽ നമ്മൾ ആദ്യം കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണ്. ഞാൻ കൂടുതൽ പുള്ളിയുടെ കോമഡി കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോൾ ഇറ്റ് വാസ് ഫെൽറ്റ് ഫ്രഷ് സീയിങ് ഹിം ഇൻ സച്ച് എ ക്യാരക്ടർ ആൻഡ് വിഷിംഗ് ദി മൂവി ദി വെരി ബെസ്റ്റ്. ഹായ് ബ്രോ, എങ്ങനെയുണ്ട് ബ്രോ? ഇഷ്ടപ്പെട്ടോ? നല്ല ഫീലാണ്, നല്ല ലവ് സ്റ്റോറി. പുള്ളി നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യൂലല്ലേ. പുള്ളിക്ക് ഇപ്പൊ ആ ഒരു ഇന്നസെൻസ് ആണെങ്കിലും ആ ഒരു കള്ളത്തരം കാണിക്കാനാണെങ്കിലും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള പെർഫോമൻസ് ആയിക്കോല്ല. നല്ല നല്ല പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, നല്ല രസമുള്ള ചേട്ടന്റെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ മൂവിയാണ്. വേറെ ഒരു ക്യാരക്ടറാണ്, ചേട്ടൻ ലുക്കൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല മ്യൂസിക്കലി രസമുള്ള കണ്ണ് നനയിക്കുന്ന നല്ല കിടല മൂവിയാണ്. എല്ലാവരും കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ലാസ്റ്റ് കുറച്ച് കരയേണ്ടി വന്നു. അറിയാം, ഒരു സ്റ്റെപ്പ് താങ്ങാൻ വയ്യാത്തോണ്ടാ. അല്ല, ഞാൻ താങ്ങി